ഹായ് ട്രേഡേഴ്സ്, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്ന ഒരു ട്രിക്കി ട്രേഡിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മാർക്കറ്റ് നല്ല ഡൗൺ വന്നിട്ട് തിരിച്ച് സപ്പോർട്ട് എടുത്ത് കയറുമ്പോൾ സ്റ്റോക്കായാലും സെക്ടറായിട്ടും ആൾ ഓവർ വേൾഡായിട്ടും മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണെങ്കിലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഉറപ്പായിട്ടും മാർക്കറ്റ് കയറും എന്ന് ഉറപ്പുള്ള സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു സ്വിംഗ് ട്രേഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ക്യാഷ് ഇല്ലാതിരിക്കുന്നത്, എൻ്റെ ഇൻവെസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്, കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡിൽ നിന്നും ഒരു 25,000 നമ്മളെ സുഹൃത്തിൻ്റെ കടയിൽ പോയും സ്വൈപ്പ് ചെയ്ത് എടുക്കും. അപ്പോൾ നമുക്കൊരു 500 രൂപ ടാക്സ് അവിടെ കടയിൽ കൊടുക്കേണ്ടി വരും. പുറത്ത് വേറെ കടയിൽ അങ്ങനെ തരുന്നുണ്ട്, പക്ഷേ അത് അവർ ചാർജ് എക്സ്ട്രാ മേടിക്കും. അപ്പോൾ നമ്മൾ ആ ക്യാഷ് എടുത്തുകൊണ്ട് 25,000 രൂപ നമ്മളെ ബ്രോക്കർ അക്കൗണ്ടിൽ വന്നതിന് ശേഷം MDF, അതായത് മാർജിൻ ട്രേഡർ ഫണ്ട് കൂടെ ഉപയോഗിച്ചുകൊണ്ട് 25,000 രൂപയ്ക്ക് 1,00,000 രൂപയുടെ വരെയുള്ള 5 സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് 1,00,000 രൂപയ്ക്ക് 20,000 രൂപ വെച്ച് പർച്ചേസ് ചെയ്യും. അത് നമ്മൾ ഒരു മാസത്തിനകത്ത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ക്യാഷ് നമ്മൾ അടയ്ക്കും. അങ്ങനെ ആ പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്യും. അതായത് നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല എങ്കിൽ പോലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് അതിൽ എക്സ്ട്രാ പൈസയൊന്നും ചിലവാക്കാണ്ട് വിനിയോഗിക്കാം എന്നുള്ളതാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അതിന് എക്സ്പീരിയൻസ് ഇല്ലാത്തവരിക്കുമ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത്. അത് സിവിൽ സ്കോറിനെ ബാധിക്കും. മാത്രവുമല്ല, അത് EMIക്ക് ഇടാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് 22% പലിശ. അതും ചെയ്യരുത്. ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതൊരു അഡിക്ഷനാണ്. നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യും പോലെ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന പോലെ ഒരു അഡിക്ഷനായി പോകരുത്. അത് നേരെവണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കാം. നമ്മുടെ പണം നമ്മളെ കയ്യിൽ നിന്ന് ചോർത്തിയെടുക്കാനുള്ള പല ഉപകരണങ്ങളിൽ നിന്നിൽ ഒരു ഉപകരണമാണ് ഈ ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക. ഇതൊരു ട്രിക്കി ട്രേഡാണ്. എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, ഓപ്പർച്യൂണിറ്റി മിസ്സാവാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ട്രിക്കി ട്രേഡാണ്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫണ്ട് ഉപയോഗിച്ച് ബ്രോക്കറിൽ നിന്നും മാർജിൻ ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രോഫിറ്റ് എടുക്കുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ, അപ്പോൾ ഇത് സ്ഥിരമായി ആരും തന്നെ ഉപയോഗിക്കരുത്. ഇത് അങ്ങനെയുള്ള അവസ്ഥയിൽ മാത്രം, നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ക്യാഷ് ഒട്ടും തന്നെ ഇല്ല, എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, വേറെ ഫണ്ടൊന്നും ഇല്ല എങ്കിൽ ഞാൻ ചില അവസരങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ട്രേഡാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം തുടരെ ചെയ്തുകൊണ്ടിരിക്കരുത്. ഓക്കെ.